മോദി നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് പുതിയൊരു പ്രയോഗം തന്നിരിക്കുന്നു. അതാണ് ന്യൂ നോർമൽ. ന്യൂ നോർമൽ എന്നത് സാധാരണഗതിയിൽ ഈ നയതന്ത്ര വിദഗ്ധരൊക്കെ പ്രയോഗിച്ചു വരുന്ന ഒരു പദമാണ്. അത് ഈ യുദ്ധത്തിൻ്റെ കാലത്തും പലരും പ്രയോഗിച്ച് ഇംഗ്ലീഷ് ലേഖനങ്ങളിൽ കണ്ടിരുന്നു. പക്ഷേ ഈ സത്യാനന്തര കാലം എന്നൊക്കെ രാഷ്ട്രീയക്കാരെ വി.ഡി. സതീശനുമൊക്കെ പറയുന്നത് പോലെ ഒരു പ്രയോഗമായി അതിന് മാറാവുന്നതായിരുന്നു. പക്ഷേ സത്യാനന്തര കാലം എന്ന് വെച്ചാൽ എന്താണെന്ന് പ്രേക്ഷകരെ പോലെ തന്നെ എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ന്യൂ നോർമൽ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം വരില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നോർമൽ എന്നുണ്ട്. അപ്പോൾ സാധാരണമായ എന്തോ കാര്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവും. സാധാരണമായി ഇന്ത്യ ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ അതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നും നമുക്ക് നമ്മുടെ സാമാന്യ ജ്ഞാനം കൊണ്ട് മനസ്സിലാവും. പക്ഷേ ഈ സത്യാനന്തര കാലം തുടങ്ങിയ പ്രയോഗങ്ങൾ ഉത്തരാധുനികത എന്നൊക്കെ പറയുന്നത് പോലെ അർത്ഥമില്ലാത്ത ജഡപ്രയോഗങ്ങളായിട്ട് നിൽക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരുന്നു പ്രതിരോധ കാര്യങ്ങൾ എന്നുള്ളത് ഈ നെഹ്റുവിയൻ നയം എന്ന് പലരും നെഹ്റുവിൻ്റെ ഭക്തന്മാർ പുകഴ്ത്താറുണ്ട്. നെഹ്റുവിൻ്റെ ഭക്തനായ രാമചന്ദ്ര ഗുഹ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നൊരു പുസ്തകം, ഒരുപാട് പേജുകളുണ്ട്, 1000-ഓളം പേജുകളൊക്കെ വരും. പക്ഷെ രാമചന്ദ്ര ഗുഹയുടെ ഒരു ഗുണം, ചരിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് നെഹ്റുവിൻ്റെ ഭക്തി പ്രസ്ഥാനത്തിൽ അംഗമായിരിക്കെ തന്നെ എഴുതുന്നത് സത്യമായിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാണ് നെഹ്റുവിനെ പറ്റി കേട്ടിരുന്ന പല കഥകളും ശരിയാണ് എന്ന് ആ പുസ്തകം വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊന്നാണ് നെഹ്റു 1947 ഓഗസ്റ്റ് 14 രാവിലെ അദ്ദേഹത്തിനെ കശ്മീരിൽ നിന്നൊക്കെ വന്ന വലിയ ബ്രാഹ്മണ പൂജാരിമാർ അദ്ദേഹത്തിനെ രാജാവായി അഭിഷേകം ചെയ്തിരുന്നു എന്നുള്ള കാര്യം. അദ്ദേഹത്തിന് ദണ്ടും ഒക്കെ പിടിപ്പിച്ച് സിംഹാസനവും ഒക്കെ തലയിൽ കെട്ടിവെച്ച് നഗരത്തിൽ കൂടി ഒരു കാറിൽ പ്രദക്ഷിണം ചെയ്യിച്ചു എന്ന് രാമചന്ദ്ര ഗുഹയും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 14 പാതിര നല്ല സമയമൊന്നുമില്ല ഒരു രാജ്യം വരാനായിട്ട്. നമ്മൾ മുമ്പ് ഈ ബജറ്റൊക്കെ അവതരിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്ക് നേരം വെളുക്കുമ്പോൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ വൈകുന്നേരം ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. അത് മാറാനായിട്ട് ഒരുപാട് കാലമെടുത്തു. ബ്രിട്ടീഷുകാർ പോയ ശേഷവും നമ്മൾ അവരുടെ കാല് തിരുമ്മിക്കൊണ്ട് നടന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞതുപോലെ ഈ ഓഗസ്റ്റ് 14 രാത്രി നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം തുറക്കുന്നത് തീരുമാനിച്ചത് അഭിജിത്ത് മുഹൂർത്തം വെച്ചിട്ടാണ്. മതേതരവാദിയാണ് നെഹ്റു എന്ന് പറയുന്നതിൻ്റെ കാപട്യമാണ് ഇവിടെ വെളിവാകുന്നത്. കാരണം അദ്ദേഹം ഉജ്ജയിനിയിൽ നിന്ന് വന്ന ജ്യോത്സ്യന്മാർ നിർദ്ദേശിച്ച പ്രകാരം ഏതാണ്ട് 2-3 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന അഭിജിത്ത് മുഹൂർത്തത്തിലാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രസംഗം, അതായത് ആ പ്രസംഗം അതുവരെയുള്ള ചടങ്ങുകളൊക്കെ ആ മുഹൂർത്തത്തിൽ വന്ന് നിൽക്കണം. അങ്ങനെയാണ് അത് തീരുമാനിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഈ സിംഹാസനാരോഹണം, കിരീടധാരണം ഓഗസ്റ്റ് 14 രാവിലെ നടന്നതൊക്കെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിലും പറയുന്നുണ്ട്. അത് കുറേയും കൂടി ആധികാരികമായി ആർക്കൈവ്സ് ഒക്കെ നോക്കിയിട്ടാണ് രാമചന്ദ്ര ഗുഹ എഴുതിയത്. ഈ സോമനാഥ ക്ഷേത്രത്തിൻ്റെ അഭിഷേകത്തിന് പോകുന്നതിൽ നിന്ന് നെഹ്റു അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനെ വിലക്കിയിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. KM മുൻഷി നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിട്ടാണ് പട്ടേലിൻ്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്നും നമുക്കറിയാം. കാരണം സെക്യുലറിസത്തിന് ഇതൊന്നും നിരക്കുകയില്ല എന്ന് നെഹ്റു വാദിച്ചിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി ഗോപുരം തമിഴ്നാടിൻ്റെ മുദ്രയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് മതപരമല്ലേ, അത് സെക്യുലറിസത്തിന് നിരക്കുമോ എന്നൊക്കെ നെഹ്റു ചോദിച്ചിരുന്നു.
അതേസമയം പഞ്ചവത്സര പദ്ധതിയെപ്പറ്റി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഗുൽസാരിലാൽ നന്ദയുടെ അടുത്ത് ആ സമയത്ത് നടക്കുന്ന കുംഭമേളയിൽ വിതരണം ചെയ്യാൻ പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടുള്ള ലഘുലേഖകൾ കൊടുത്തയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ഈ ഷിസോഫ്രീനിയ ബാധിച്ചവരെ പോലെയാണ് നെഹ്റു രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്നത്. അതായത് ഇരട്ട വ്യക്തിത്വമായിരുന്നു എന്നർത്ഥം. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ യുദ്ധത്തിൻ്റെ നായക സ്ഥാനത്ത് നിൽക്കുന്നതാണ് S-400 എന്ന നമ്മുടെ ഈ ആകാശ യുദ്ധ സംവിധാനം. അതായത് ശത്രു വിമാനങ്ങളെ നമുക്ക് വെടിവെച്ചിടാം, മിസൈലുകളെ വെടിവെച്ചിടാം, ഡ്രോണുകളെ തകർക്കാം. അതുപോലെ തന്നെ ഈ യുദ്ധത്തിൻ്റെ നായകസ്ഥാനത്ത് നിൽക്കുന്ന വിമാനമാണ് ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച റഫേൽ എന്ന വിമാനം. ഇത് നെഹ്റുവിനെ പോലെ ഒരാളായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തെങ്കിൽ ഇത് നടക്കുകയില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ S-400 വാങ്ങുന്നതും അതുപോലെ റഫേൽ വാങ്ങുന്നതും മോദിയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ രണ്ട് ആയുധങ്ങൾക്കുമെതിരെ ഇവിടെ വലിയ വിമർശനങ്ങൾ അവ വാങ്ങിക്കുന്നതിനെതിരെ ഉണ്ടായിരുന്നു. S-400 നാം വാങ്ങുന്നത് അമേരിക്കയുടെ കർശനമായ ഉപരോധ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ടായിരുന്നു. നാം റഷ്യയിൽ നിന്ന് S-400 സംവിധാനം വാങ്ങുന്നു എന്ന കിംവദന്തികൾ വന്നപ്പോൾ തന്നെ 2015 തന്നെ അമേരിക്ക നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്ന ഭീഷണി ഉണ്ടായിരുന്നു. 2018 നമ്മൾ റഷ്യയുമായിട്ട് കരാർ ഒപ്പിടുന്നത് 42,476 കോടി രൂപയ്ക്ക്. അപ്പോൾ അമേരിക്ക പറഞ്ഞു അത് റഷ്യയുടേതാണ്, അതിൽ ചിലപ്പോൾ ചൈനയുടേതായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടാകാം, അങ്ങനെയാണെങ്കിൽ അതൊരു ഭീഷണിയായി തീരും, നിങ്ങൾക്ക് ഞങ്ങൾ പാട്രിയറ്റ് മിസൈൽ തരാം. ഈ പാട്രിയറ്റ് മിസൈൽ എന്ന് പറയുന്നത് ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്ക ലോകത്തെ ത്രസിപ്പിച്ച മിസൈലാണ്. താഡ് ആണെങ്കിൽ ഇപ്പോൾ ഇസ്രയേലിനും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ S-400 ആകാശ് തുടങ്ങിയ നമ്മുടേതായ സംവിധാനങ്ങൾ വഴി തന്നെ S-400 റഷ്യയിൽ നമ്മൾ വാങ്ങിച്ചത്, നമ്മുടെ ബ്രഹ്മോസ് ആകാശ് S-400 ഈ സംവിധാനങ്ങൾ വഴി തന്നെ നമുക്ക് ഇസ്രയേലിനെ പോലെ ഒരു അയൺ ഡോം ആവശ്യമില്ലാതെ തന്നെ വന്നു. ഇനി നമ്മൾ കുശ് എന്നൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൂടി നമുക്ക് വന്നു കഴിഞ്ഞാൽ ശത്രുവിന് ഒരു ഡ്രോണും വിമാനവും മിസൈലും ഒന്നും ഇങ്ങോട്ടയച്ചിട്ട് ഒരു കാര്യവും ഇല്ലാതെ വരും. അമേരിക്കയേക്കാൾ മികച്ച സംവിധാനങ്ങൾ നമുക്ക് അതോടുകൂടി സാധ്യമാവും. അത് ഈ S-400 സംബന്ധിച്ച് അവസാനം നമുക്ക് ഇളവ് തരേണ്ടി വന്നു. നമ്മൾ പറഞ്ഞു നമ്മുടെ വിദേശ നയം സ്വതന്ത്രമാണ്, അതൊരു രാജ്യത്തിൻ്റെയും സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് നിൽക്കുന്നതല്ല. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് മുംബൈ ആക്രമണ പരമ്പര ഉണ്ടായതാണ്. രാഹുൽ ഗാന്ധി പലരോടും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അന്ന് പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടതായിരുന്നു. മൻമോഹൻ സിംഗ് ആയതുകൊണ്ട് കഴിഞ്ഞില്ല. മൻമോഹൻ സിംഗിനെ പോലൊരു പാവ പ്രധാനമന്ത്രി പലരുടെയും സ്വാധീനത്തിന് വഴങ്ങി കഴിഞ്ഞിരുന്നതാണ്. ഈ റഫാൽ വിമാനങ്ങൾ നാം വാങ്ങുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ തന്നെ ഭൂതഗണങ്ങൾ, ഈ പ്രശാന്ത് ഭൂഷണയൊക്കെ പോലുള്ള ആളുകൾ, അരുൺ ഷൂറിയെ പോലുള്ള ആളുകളുമൊക്കെ കോടതിയിൽ പോയതാണ്. അതിൻ്റെ കരാറിൽ ക്രമക്കേടുകളുണ്ട് എന്ന് പറഞ്ഞിട്ട്. പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാകട്ടെ രാഹുൽ ഗാന്ധി ചൗക്കിദാർ ചോർ ഹേ എന്ന് പ്രചാരണം മോദിക്കെതിരെ നടത്തി, മോദി കള്ളനാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ മീനാക്ഷി ലേഖി കേസിന് പോയി രാഹുൽ ഗാന്ധി ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞതിന് മാപ്പ് പറയേണ്ടി വന്നു. റഫേലിനെതിരായ കേസുകളെല്ലാം സുപ്രീം കോടതി എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞു. ഇങ്ങനെ S-400
റഫേലും ഇപ്പോൾ നായകന്മാരായിരിക്കുമ്പോൾ തന്നെ നാം ഭൂതകാലം ഓർമ്മിക്കാതെ വിടരുത്. അത് രണ്ടും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു സുരക്ഷാ കവചമായി നിൽക്കുന്നത് മോദിയുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ്. അതാണ് ഇന്ത്യ ഈ സാധാരണ ഗതിയിൽ നിന്ന്, സാധാരണമായ കാര്യങ്ങളിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നിപ്പോൾ പറയുന്നത്. കളി മാറിയിരിക്കുന്നു. അതിനാണ് മോദി പറയുന്നത് ന്യൂ നോർമൽ എന്ന്. നമ്മുടെ സാധാരണ രാഷ്ട്രീയ നിഘണ്ടുവിലേക്ക് ആ പദം കൂടി വളരെ അർത്ഥവത്തായി വന്ന് ചേർന്നിരിക്കുന്നു. നാം ഇപ്പോൾ ജീവിക്കുന്നത് ന്യൂ നോർമൽ എന്ന സാഹചര്യത്തിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.